Good afternoon. Good afternoon. Okay, good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ക്വാളിറ്റി അഷ്വറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ് അല്ലെ, ക്വാളിറ്റി കൺട്രോൾ എന്താണ്, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ എന്തായിരുന്നു, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലെ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അല്ലെ. ക്വാളിറ്റി മാനേജർ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ ഇവിടെ വരെ വായിച്ചു നോക്കിയോ, നിങ്ങള് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കി. ഓക്കെ, ഒരാൾ മാത്രമേ വായിച്ചു നോക്കിയുള്ളൂ, വേറെ ആരും വായിച്ചു നോക്കില്ല. ഓക്കെ, വായിച്ചു നോക്കണം കേട്ടോ, അത് മറന്നു പോകും. ശരി, പിന്നെ നമുക്ക് അടുത്ത പാമ്പിൾ നോക്കാം കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ കണ്ടു അല്ലെ. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കണ്ടു. അതിന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരാറില്ല, പക്ഷെ ടോപ്പ് മാനേജ്മെന്റിൽ ആരാണെന്നൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അവരുടെ കീഴില് രണ്ട് പേരുണ്ടായിരിക്കും. ഒന്ന് സിഇഒ ട്ടാ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. അത് ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ടോപ്പിൽ ഇരിക്കുന്ന വ്യക്തി സിഇഒ ആയിരിക്കും കേട്ടോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. പിന്നെ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് കേട്ടോ, മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ, അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അടുത്ത നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ക്വാളിറ്റി എന്താണെന്നും ക്വാളിറ്റിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. എന്താണ് അക്രഡിറ്റേഷൻ? ഓക്കെ, എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോ എന്തായിരിക്കും? ആർക്കറിയില്ല? അക്രഡിറ്റേഷൻ എന്താന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അറിയില്ല ആർക്കും? അംഗീകാരം, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. നസീജ, തസ്രീഫ, കറക്റ്റ് ആണ് കേട്ടോ. അംഗീകാരം, ഒരു റെക്കഗ്നീഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മള് കോളേജിലൊക്കെ കണ്ടിട്ടില്ലേ, നാക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ റാങ്ക് അക്രഡിറ്റഡ്, എ ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് അംഗീകാരം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പം എങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്കാണ് നമ്മൾ അംഗീകാരം കൊടുക്കുക? എങ്ങനെയാണ് അംഗീകാരം കൊടുക്കുക? നമ്മള് എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകളും കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ശരിയാണല്ലോ? ഓക്കെ, നമുക്ക് വായിക്കാം. Accreditation refers to the public recognition. Underline ചെയ്ത് വെക്കുക കേട്ടോ. Accreditation refers to public recognition. എന്താണ് accreditation എന്ന് പറഞ്ഞാൽ? അത് പൊതു അംഗീകാരമാണ് അല്ലെ. പൊതു അംഗീകാരമാണ് എന്ത്? accreditation എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? For a hospital to be accredited, it is done through an independent external evaluation of that organization's level of performance in connection with the standard. എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്? എങ്ങനെ ലഭിക്കുന്നത്? അതായത് ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായിട്ട്, സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അല്ലെ, അവരുടെ ആ ഒരു പ്രകടനത്തിനെ ബാഹ്യമായിട്ടുള്ള വിലയിരുത്തലിലൂടെയാണ് ആ ഒരു ഹോസ്പിറ്റലിന് എന്ത് ലഭിക്കുന്നത്? അംഗീകാരം ലഭിക്കുന്നത്.
പറഞ്ഞ മനസ്സിലായോ? അതായത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എത്രത്തോളം പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു ഈ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഉണ്ട്, ബാഹ്യമായിട്ടുള്ളൊരു വിലയിരുത്തൽ. ബാഹ്യമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത് അതിന്റെ ഉള്ളിലുള്ള ആളുകളാണോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് ആണോ ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത്? അല്ല, ആ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത് പുറത്ത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഓർഗനൈസേഷൻ ആണ്. അവർക്കാണ് അത് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ചില എക്സ്റ്റേണൽ ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന NABH, അതുപോലെ NABL, JCI എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാല് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ അത്തരം ഓർഗനൈസേഷനുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളുടെ ആ ഒരു പെർഫോമൻസിൽ അവരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവരാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുന്നത്. കറക്റ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് കൊടുക്കുന്നു, അക്രഡിറ്റേഷൻ കൊടുക്കുന്നു. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ് ഇറ്റ് ഈസ് ഡൺ ത്രൂ ആൻ ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ. അല്ലെ, പുറമേ ഉള്ളൊരു ഇവാലുവേഷനിലൂടെയാണ്, ബാഹ്യമായിട്ടുള്ള ഒരു വിലയിരുത്തലിലൂടെയാണ് അല്ലെ, ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻസ് ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ സ്റ്റാൻഡേർഡ്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രകടന നിലവാരത്തിനെ ബാഹ്യമായിട്ടുള്ള വിലയിരുത്തലിലൂടെയാണ് എന്ത് കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്. പിന്നെ എന്താണ്, അക്രഡിറ്റേഷൻ ഈസ് നോൺ കമ്പൾസറി. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, നോൺ കമ്പൾസറി ആണ്. എന്ന് പറഞ്ഞാല് അത് നിർബന്ധമില്ല. അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു നിർബന്ധമില്ല. അക്രഡിറ്റേഷൻ ഇല്ലാതെയും പ്രവർത്തിക്കാം. പക്ഷെ അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ്, കാരണം ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതിനെപ്പറ്റി ഇനി നമ്മൾ അടുത്തത് പഠിക്കും കേട്ടോ. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ കമ്പൾസറി ആണ്, നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ഓർ എ കണ്ടിന്യൂസ് പ്രോസസ്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറയാൻ കാരണം അത് സ്ഥിരമല്ല. കാര്യമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ചില സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മളൊരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അളക്കുന്നത് അല്ലെ, അതിനനുസരിച്ചിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ എപ്പോഴും എന്താവണമെന്നില്ല, സ്ഥിരമാവണമെന്നില്ല, സ്റ്റേബിൾ ആവണമെന്നില്ല. കാരണം ഈ സ്റ്റാൻഡേർഡുകൾ എന്താണ്, ചിലപ്പോൾ ഒരു 3 വർഷം കൂടുമ്പോൾ അതിങ്ങനെ ഈ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. പഴയ ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ആണെങ്കിൽ അതിനെ നമ്മൾ എടുത്തു മാറ്റും. പിന്നെ ചില പുതിയ സ്റ്റാൻഡേർഡുകൾ ചിലപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കും. അപ്പൊ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥിരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്താണ്, ചിലപ്പോ ഒരു ഇത്ര വർഷം കൂടുമ്പോൾ, ഒരു 3 ചിലപ്പോൾ 4 വർഷമൊക്കെ കൂടുമ്പോ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പെർഫോമൻസ് നോക്കാനായിട്ട്. അപ്പൊ സ്ഥിരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പൊ വേണമെങ്കിലും മാറാം. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മനസ്സിലായോ? അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിലേക്കുള്ള ഒരു ഘട്ടമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് തന്നെ പറയുന്നത് എന്താണ്, ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇംപ്രൂവ്മെന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഘട്ടമായിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാര്യം സ്റ്റാൻഡേർഡുകൾ മാറും, അപ്പൊ അതിനനുസരിച്ച് അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. അത്രയേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കാൻ. അക്രഡിറ്റേഷൻ എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു പബ്ലിക് റെക്കഗ്നീഷൻ ആണ്, ഒരു പൊതു അംഗീകാരമാണ്. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കിട്ടുന്നത്, എങ്ങനെയാണ്, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾക്ക്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രകടന നിലവാരത്തിന് ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ വിലയിരുത്തലിലൂടെയാണ് എന്ത് ലഭിക്കുന്നത്, അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ കമ്പൾസറി ആണ്, നിർബന്ധമുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ നല്ലതാണ്, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. സോ ഇറ്റ് ഈസ് എ നോൺ കമ്പൾസറി ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അക്രഡിറ്റേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? അക്രഡിറ്റേഷൻ എന്താന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ?
അടുത്തത് കേട്ടോ, ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റുകൾ കേട്ടോ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരുടെ പ്രത്യേകം എടുത്ത് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്, പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട്. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്. അത് നമ്മൾ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആദ്യത്തെ നമുക്ക് നോക്കാം ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് കേട്ടോ. പേഷ്യൻസിനുള്ള ഒരു പ്രയോജനങ്ങൾ എന്താണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. ശരിക്കും പറഞ്ഞാല് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവിടുത്തെ പേഷ്യൻസ് ആണ് എന്ത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? പേഷ്യൻസ് തന്നെയാണ്. അത് നോക്കാം എന്തുകൊണ്ടൊക്കെയാ നോക്കാം. സെക്കൻഡ് പോയിന്റ് നോക്കാം, അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അല്ലെ, ഇങ്ങനെയുള്ള ഒരു അക്രഡിറ്റേഷൻ അംഗീകാരം എന്ന് പറയുന്നത് അതെപ്പോഴും എന്താണ് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു ഹൈ ക്വാളിറ്റി പരിചരണങ്ങളും അതുപോലെ രോഗികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. മനസ്സിലായി? ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് തന്നെയാണ് ഒരു അംഗീകാരം കിട്ടാണ്, ഒരു അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടാണ്. ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നിലനിർത്താനാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മെച്ചപ്പെടാനല്ലേ നമ്മൾ ശ്രമിക്കാം. ശരിയല്ലേ? ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അംഗീകാരം നമുക്ക് കിട്ടി, പിന്നെ എന്ത് ചെയ്യണം? മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ മതി. ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് താഴെ പോകാനാണ് നോക്കുക. ആ അംഗീകാരം എന്നും നിലനിർത്താനും അവിടെ നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുമാണ് നമ്മൾ ശ്രമിക്കുക. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശ്രമിച്ചുകൊണ്ടിരിക്കും. അതൊരു മോട്ടിവേഷൻ പോലെയാണ്. എന്നതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ കാര്യം. അക്രഡിറ്റേഷൻ എപ്പോഴും അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്, അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിന് ഏറ്റവും ഗുണനിലവാരമുള്ളൊരു പരിചരണവും അതുപോലെ തന്നെ രോഗികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. ഇതിന്റെ അൾട്ടിമേറ്റ് ഗുണഭോക്താവ് ആരാണ്? പേഷ്യൻസ് ആണ്. അല്ലെ, ഒരു നല്ല പരിചരണം കിട്ടുന്നതും നല്ല സുരക്ഷിതത്വം കിട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ആർക്ക് തന്നെയാണ് കിട്ടുന്നത്? നമ്മുടെ പേഷ്യൻസിന് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അവര് ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. The patients are serviced by the credentialed medical staff. Credentialed എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യോഗ്യതയുള്ളത് കേട്ടോ, ക്വാളിഫൈഡ് എന്നുള്ള അർത്ഥമാണ്. എഴുതി വെക്കാണ്ട് അറിയില്ലെന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ക്രെഡൻഷ്യൽഡ് എന്ന് പറഞ്ഞാൽ യോഗ്യരായിട്ടുള്ള കേട്ടോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള. The patients are serviced by the credentialed medical staff. ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലില് ഈ പറയുന്ന പേഷ്യൻസിന് വളരെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ടാവാം? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. അല്ലെ, ആ ക്വാളിറ്റി അക്രഡിറ്റേഷൻ കിട്ടാന്ന് പറയുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത്. അതിന് പല ലെവലുണ്ട്, എ ഗ്രേഡ് ഉണ്ട്, ബി ഗ്രേഡ് ഉണ്ട്, ഓരോരോ ലെവലുകളുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും അക്രഡിറ്റഡ് ആവുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലില് വളരെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അവർക്ക് പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നുണ്ടാവാം? മെഡിക്കൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. അത് പേഷ്യൻസിനുള്ള ഒരു ബെനിഫിറ്റ് അല്ലേ? അതെ. ക്രെഡൻഷ്യൽഡ് എന്ന് പറഞ്ഞാൽ യോഗ്യരായിട്ടുള്ള കേട്ടോ, യോഗ്യതയുള്ള കേട്ടോ. നെക്സ്റ്റ് വരുന്നത് the rights of patients are esteemed and protected. അടുത്ത പോയിന്റ് ആണ് കേട്ടോ. റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതുപോലെ പേഷ്യൻസിന്റെ അവകാശങ്ങൾ അതെപ്പോഴും എന്താണ്? ബഹുമാനിക്കപ്പെടുകയും അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ശരിയല്ലേ? ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ പേഷ്യൻസിന് വളരെയധികം എന്താണ്? അവർക്ക് വളരെയധികം അവര് ബഹുമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശങ്ങൾ എപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. എപ്പോഴും സംരക്ഷിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. അതോടൊപ്പം തന്നെ എന്താണ്? രോഗികളുടെ സംതൃപ്തി അത് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെ, അതായത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിലയിരുത്തും. കാരണം അവരുടെ അൾട്ടിമേറ്റ് അവര് എപ്പോഴും എന്തായാലും അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവര് എന്താണ്? രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സേവനങ്ങളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവരുടെ ഏറ്റവും വലിയ എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ പേഷ്യൻസ് തന്നെയാണ്. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ സംതൃപ്തി എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ആർക്കുള്ള ബെനിഫിറ്റ്സുകൾ? പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സുകൾ അക്രഡിറ്റേഷൻ കൊണ്ട്. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്?
ആദ്യം മനസ്സിലാക്കുക, പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കള്. അവരെ ഒരു അക്രഡിറ്റേഷൻ എന്തിന് കാരണമാകുന്നുണ്ട്? ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഒരു പരിചരണവും പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളില് രോഗികൾക്ക് സേവനങ്ങൾ കൊടുക്കുന്നത് വളരെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും. അതുപോലെ അത്തരം ഹോസ്പിറ്റലുകളില് പേഷ്യൻസിന്റെ അവകാശങ്ങൾ ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? രോഗിയുടെ സംതൃപ്തി അവിടെ റെഗുലർ ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ അതിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ട് അവർ കൂടുതൽ ഇംപ്രൂവ്മെന്റിലേക്ക് അവര് പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. അടുത്ത നോക്കാം നമുക്ക്. നെക്സ്റ്റ് നോക്കാം ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഇനി ആ ഒരു ഓർഗനൈസേഷന് ഈ അക്രഡിറ്റേഷൻ മൂലം ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റൽ ആണോ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഒരു അക്രഡിറ്റേഷൻ ലഭിച്ചാൽ ആ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അതുമൂലം ഉള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗോറേറ്റ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇൻവിഗോറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവിഗറേറ്റ്സ് ഉന്മേഷം നൽകുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഉന്മേഷം നൽകുക അല്ലെങ്കിൽ എന്താ പറയാ, പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം, പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥം, ഊർജം പകരുക അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. എഴുതി വെക്കണേ. ഇൻവിഗോറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉന്മേഷം നൽകുക, ഊർജം പകരുക, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ നോക്കി, അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗറേറ്റ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ കൂടുതൽ തുടർച്ചയായിട്ടുള്ള മെച്ചപ്പെടലുകളിലേക്ക്, ഇംപ്രൂവ്മെന്റിലേക്ക് അവർ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെ. നേരത്തെ പറഞ്ഞത് തന്നെ ആലോചിച്ചാൽ മതി. അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെ പോകാൻ അവർ നോക്കൂ? ഇല്ല, അവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ അവർ ശ്രമിക്കുള്ളൂ. അത് ഇതിന്റെ ഭാഗമാണ്, പാർട്ട് ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അത്തരം ഓർഗനൈസേഷൻ അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റിലേക്ക് അവര് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം അവർക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കായാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ, അതിനൊരു സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്കും എന്തുണ്ടാവുള്ളൂ? മുന്നോട്ട് പോകാനായിട്ടൊരു നമുക്കൊരു എന്താ പറയാ, മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജം നമുക്ക് അപ്പോഴേ കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇത് കേട്ടോ. പിന്നെ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് ദ കമ്മിറ്റ്മെന്റ് to quality care and the patient safety, thereby guarantees the best clinical outcomes. അത് ഒരു പോയിന്റിന് തന്നെ പല രീതിയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. It lets the organization demonstrate the commitment to the quality care and patient safety, thereby guarantees the best clinical outcomes. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഈ രോഗികൾക്ക് കൊടുക്കുന്ന ക്വാളിറ്റി കെയറിനും അതുപോലെ പേഷ്യന്റിന്റെ സേഫ്റ്റിയിലും കുറേ കൂടെ അവർ കമ്മിറ്റഡ് ആവാണ് അല്ലെ. കൂടുതൽ അവർ എന്താവാണ്? പ്രതിജ്ഞാബദ്ധരാവാണ്. ഓക്കെ, അവർ കൂടുതൽ കമ്മിറ്റഡ് ആവാണ്. അപ്പൊ അങ്ങനെ കമ്മിറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും? അതിനനുസരിച്ചുള്ള നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ് അത് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അല്ലെ. അപ്പൊ ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതിനനുസരിച്ച് അവരെല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് അവർ വർക്ക് ചെയ്യും. ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ റിസൾട്ട് എന്തായിരിക്കും? നല്ലൊരു ക്ലിനിക്കൽ ഔട്ട്കംസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. ഒരു നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അടുത്തത് കേട്ടോ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് റൈസസ് ദ കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഇൻ ദ സർവീസസ് ഗിവൺ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. അത് മാത്രമല്ല, ഒരു അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് കമ്മ്യൂണിറ്റിയുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും. ആ ഒരു ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഒരു പബ്ലിക് ഉണ്ടല്ലോ, അവരുടെ കോൺഫിഡൻസ് അത് കൂടുതൽ എന്ത് ചെയ്യും? ഉയർത്തും. കാര്യം എന്താന്ന് വെച്ചാൽ അവിടുത്തെ സേവനങ്ങൾ തരുന്നത് എങ്ങനെയാണ്? യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിക്കും ആ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. ശരിയല്ല? അപ്പൊ അതിനനുസരിച്ച് അവർക്ക് കുറെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? കുറെ കൂടെ ഒരു റെപ്യൂട്ടേഷൻ അവർക്ക് ലഭിക്കും. മനസ്സിലായല്ലോ? പബ്ലിക് റിലേഷൻ നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ നല്ലൊരു കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടായി എന്നാണ് അർത്ഥം. നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്? ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ റെപ്യൂട്ടേഷൻ ഉയരാൻ തുടങ്ങും. ശരിയല്ലേ? അത്രയും കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി to the healthcare unit
to benchmark with the best. It also provides an opportunity to the healthcare unit to benchmark with the best. I think the benchmark with the best in the correct benchmark with the best അതായത് ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ അവരുടെ ഔട്ട്കംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ഹൈ പെർഫോമൻസ് നടത്തുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അവിടെ എടുക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് അതൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇപ്പൊ നമ്മളായിക്കഴിഞ്ഞാലും ചില ആൾക്കാരെ നമ്മൾ റോൾ മോഡൽ ആക്കും, ശരിയല്ലേ? ചില ആൾക്കാരുടെ ചില ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവരെ റോൾ മോഡൽ ആക്കും. പക്ഷെ അവർ അതേപോലെ പകർത്ത് തന്നെ ഉദ്ദേശിക്കുന്നത് അവരുടെ ചില ശൈലികൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഓരോ വിഷയങ്ങളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, അതിനെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ റോൾ മോഡൽ ആക്കില്ലേ. എന്നതുപോലെ ഹൈ പെർഫോമൻസ് നടത്തുന്ന ഓർഗനൈസേഷൻസ് ആയിട്ട് കമ്പാരിസൺ നടത്തും. അപ്പൊ അവർ ഏത് രീതിയിലാണ് ഒരു റിപ്യൂട്ടേഷന് വേണ്ടി, ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ പ്രൊസീജിയറുകൾ ചെയ്യുന്നത്, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എന്തൊക്കെ അവർ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതൊരു കോമ്പറ്റേറ്റീവ് കമ്പാരിസൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കും അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളും അതേ രീതി തന്നെ ഫോളോ ചെയ്യുമ്പോൾ നമുക്കും അതേ രീതിയിലോട്ട് ഉയർന്നു വരാനായിട്ട് സാധിക്കും, അല്ലെ? അത്രയും അവിടെ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അങ്ങനെയുള്ളൊരു അവസരം എന്തിനും ലഭിക്കുന്നുണ്ട്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ലഭിക്കുന്നുണ്ട്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഏറ്റവും ഹൈ പെർഫോമൻസ് നടത്തുന്ന മറ്റു ഹോസ്പിറ്റലുകളുടെ പ്രോസസ്സുമായിട്ട് അവരുടെ ആ ഇതിനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. ആ കമ്പാരിസൺ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് ആണ്. നല്ല രീതിയിൽ കമ്പയർ ചെയ്തുകൊണ്ട് കൂടുതൽ ഇംപ്രൂവ്മെന്റിന്റെ പാതയിലോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി to the healthcare unit to benchmark with the best. That means best means high performing organization ആയിട്ട് കമ്പയർ ചെയ്ത് അത് ഫോളോ ചെയ്തവർക്ക് പോകാനുള്ള ഒരു അവസരം അത് ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്താണ് ബെഞ്ച് മാർക്കിന്റെ അർത്ഥമാണ് പറഞ്ഞത്, അളവ് പോലെ പറഞ്ഞത് അതാണ്. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് അതാണ് കേട്ടോ, കമ്പയർ ചെയ്യാനാണ് കേട്ടോ. പറ്റും, ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്ത് പോയിട്ടാ, an accreditation status also provides a marketing advantage in competitive healthcare. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ഉള്ളത് വളരെയധികം നല്ലതാണ്. കാര്യം എന്താണ്, ഇത്രയും വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജും കൂടെയാണ്. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് അവർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക ക്രെഡിബിലിറ്റിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? ഞങ്ങൾ നല്ല അംഗീകാരമുള്ള വളരെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പബ്ലിക്കിന്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒരു പരിധി വരെ നല്ലതാണ്, അല്ലെ? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ആ സർവീസുകളെ പറ്റി ആളുകളിലേക്ക് എത്തിക്കാനും ഉള്ളൊരു നല്ലൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ്, അല്ലെ? അപ്പൊ നമുക്കായാലും നമ്മൾ എന്തെങ്കിലും ഉയർത്തി കാണിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും, നമ്മളത് കുറെ കൂടെ നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇതുപോലെ തന്നെയാണ് കേട്ടോ. Accreditation status also provides a marketing advantage in the competitive healthcare. പ്രത്യേകിച്ച് നമുക്കറിയാം, പണ്ടത്തെ പോലെയല്ല. ഇന്ന് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം എന്താ പറയാ മുന്നോട്ട് പോയി, അല്ലെ? ഒത്തിരി ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുമ്പോൾ. ഒരുപാട് ഹോസ്പിറ്റലുകൾ, അല്ലെ? പല പല നിലവാരത്തിലുള്ളത്, ഒരേ നിലവാരത്തിലുള്ള ഒരുപാട് ഹോസ്പിറ്റൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു അങ്ങനെ ഒരു ഇതിലാണ് നമ്മളിപ്പൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അവിടെ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആയിട്ട് ഇത്തരത്തിലുള്ള അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, HCO സ്റ്റാൻഡേർഡ്സ്. എന്താണ് HCO? ഫുൾ ഫോം എഴുതി വെക്കണം കേട്ടോ. HCO എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. എഴുതി വെക്കാം കേട്ടോ. HCO എന്താണ്? HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. എഴുതി വെക്കാം കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ശരിയല്ലേ? ഓക്കെ, the HCO standards having been certified by ISQUA provides an international recognition
which will also help to encourage medical tourism. അപ്പൊ വേറൊരു ഫുൾ ഫോം കൂടെ എഴുതി വെക്കാനുണ്ട്. എന്താണെന്ന്? ISQUA. ISQUA എഴുതി വെച്ചോളൂ കേട്ടോ. ഫുൾ ഫോം എഴുതി വെക്കാം. ഇന്റർനാഷണൽ Society for Quality in Healthcare. Quality in Healthcare. എന്നോട് പറയാം. International Safety for Quality in Healthcare. ISQUA. കിട്ടിയോ? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ കേട്ടോ. ഇതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഇതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്. അത് വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ഹെൽത്ത് കെയർ, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ആ ഒരു ക്വാളിറ്റി, സേഫ്റ്റി, ഇഫക്റ്റീവ്നെസ് അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ ISQUA എന്ന് പറയുന്നത്. എന്താണ്? യു ആൻഡ് എ സ്മോൾ ലെറ്റർ. അതെ കേട്ടോ. യുവും എയും അത് അങ്ങനെയാണ് എഴുതുക കേട്ടോ. അല്ലാണ്ട് ISഉം എസും ക്യൂ ക്യാപിറ്റൽ ബാക്കി സ്മോൾ ആയി പോയത് മിസ്റ്റേക്ക് അല്ല, അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ISQUA എന്നുള്ളത് സ്മോൾ തന്നെ പറഞ്ഞു, അത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്. അത് വന്നിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ ഇതുണ്ടല്ലോ, നമ്മുടെ ഹോസ്പിറ്റൽ പോലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളുടെ അതിന്റെ ഒരു ക്വാളിറ്റി, അതുപോലെ അവിടുത്തെ പേഷ്യന്റിന്റെ സേഫ്റ്റി, അവിടുത്തെ ഒരു ഇഫക്റ്റീവ്നെസ് അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെയൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അപ്പോ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് HCO സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഹാവ് ബീൻ സർട്ടിഫൈഡ് ബൈ ദ ISQUA. ഇത്തരത്തിലുള്ള ISQUA യു ഇല്ലാട്ടോ. ISQUA തന്നെ പറയുള്ളൂ, യു പറയണ്ട. ISQ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ അങ്ങനെ എടുത്താൽ മതി. UA എന്നാണ് ഇത് കൂട്ടിച്ചേർത്ത് പറയുന്നത്. ഇത് അത്രയും വീട്ടിലേക്കൊന്നും നിങ്ങൾ കയറി ചെല്ലേണ്ട കാര്യമില്ല കേട്ടോ. ISQUA നിങ്ങൾ അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക. സംഭവം അതിൽ നിന്ന് വേറെ ചോദ്യങ്ങളൊന്നും വരില്ല കേട്ടോ. ISQUA എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോ ഇവര് പറയുന്നത് HCO സ്റ്റാൻഡേർഡ്സ് ഹാവ് ബീൻ സർട്ടിഫൈഡ് ബൈ ISQUA. അതായത് ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ISQUA പോലെയുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടല്ലോ, അതെപ്പോഴും എന്തിന് കാരണമാവും? ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ തരുന്നതാണ് പറഞ്ഞത്. ലോകമെമ്പാടും ആ ഒരു എന്താ പറയാ, ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ പറ്റി അറിയാനുള്ള ഒരു അവസരം ഉണ്ടാവും. കാര്യം നമ്മളിപ്പോ എന്താ പറയാ, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ അംഗീകാരം അല്ലെങ്കിൽ അവരുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡുകളായിരിക്കും. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുമ്പോൾ അത്തരം ഓർഗനൈസേഷനിൽ എന്താണ്, ലോകമെമ്പാടും ഒരു എന്താണ് റെക്കഗ്നീഷൻ കിട്ടും, ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ കിട്ടും. അങ്ങനെ ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ അത് എന്തിനെ സഹായിക്കുന്ന പറയുന്നത്, വിച്ച് വിൽ ആൾസോ ഹെൽപ്പ് ടു എൻകറേജ് ദ മെഡിക്കൽ ടൂറിസം. മെഡിക്കൽ ടൂറിസത്തിനെ കൂടുതൽ എൻകറേജ് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം, വിദേശീയരായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ചില ആയുർവേദ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വരാറുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ പറയുന്ന ആയുർവേദത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ റെക്കഗ്നീഷൻ പുറത്ത് എത്തിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളെ പറ്റിയിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ വേൾഡ് വൈഡ് എത്തിയിട്ടുണ്ടാകും. അങ്ങനെ എത്തുമ്പോൾ ആളുകൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുകയും അതിനെപ്പറ്റി സെർച്ച് ചെയ്യുകയും ചിലപ്പോൾ അവർ ആ ഒരു ട്രീറ്റ്മെന്റ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവര് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അവർ പോകും അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞൊരു മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമാണ്. ഇതോർത്താൽ മതി, നമ്മളെ വിദേശീയരായ ആളുകൾ ചിലർ ആയുർവേദ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി നമ്മുടെ നാട്ടിൽ വരാറുണ്ട് അല്ലെ. കാര്യം ആയുർവേദത്തിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഒരുപക്ഷെ അവർക്ക് തോന്നിയത് കൊണ്ടോ അങ്ങനെയൊക്കെ കാരണമുണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കേട്ടോ. അതുപോലെ ISQ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് ലോകമെമ്പാടും ഒരു റെക്കഗ്നീഷൻ കിട്ടും, ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ കിട്ടും. അത് ഒരു തരത്തിൽ എന്താണ്, മെഡിക്കൽ ടൂറിസത്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകൾ അതേപറ്റി അറിയാനും നമ്മുടെ രാജ്യത്തേക്ക് വരാനും ഒക്കെ അതിന് കാരണമാകും. അത് മെഡിക്കൽ ടൂറിസത്തിനെ ഇൻഡയറക്റ്റ് ആയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ ഉദ്ദേശിച്ച കാര്യം? അടുത്തത് കേട്ടോ. In the end, accreditation provides an objective system of empanelment by insurance and other third parties. That is, accreditation provides an objective system of empanelment by the insurance and other third parties.
അത് ഇനി എംപാനൽമെന്റ് കേട്ടോ. എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ടാവല്ലോ, പ്രൈവറ്റ് കമ്പനികൾ ഉണ്ടായിരിക്കും, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ട്, ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കമ്പനികൾ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ചില ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഇൻഷുറൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുക്കുന്ന ചില ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് എംപാനൽമെന്റ് ലിസ്റ്റ് എന്നാണ് പറയുക. അപ്പൊ അത്തരം ലിസ്റ്റിലോട്ട് കയറി പറ്റാനായിട്ട് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന് സാധിക്കും. തന്നെ മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഗവൺമെന്റ് ജീവനക്കാർക്ക് മെഡിസെപ്പ് ഇൻഷുറൻസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മെഡിസെപ്പിന്റെ ഇൻഷുറൻസ് ഉണ്ട്. ഈ മെഡിസെപ്പ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അത് കിട്ടണം, അത് ഇവര് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇന്ന ഹോസ്പിറ്റലുകളിൽ ഈ പറയുന്ന ഇൻഷുറൻസ് അവർക്ക് ലഭിക്കും. ആ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല, ഒരുപാട് നല്ല നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയാ, നമുക്ക് പറയുന്ന അക്രഡിറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ഹോസ്പിറ്റലുകളിലൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇതാണ് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾ മറ്റുള്ള തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർ ഈ പറയുന്ന അവരുടെ എംപാനൽമെന്റ് ലിസ്റ്റിലോട്ട് അല്ലെങ്കിൽ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളെയാണ് അതിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റലുകളെയാണ് അതിൽ ഉൾപ്പെടുത്തുക. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ അക്രഡിറ്റേഷൻ മൂലം ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയി പറഞ്ഞത്? ഇത്രയൊക്കെയാണ് ഒരു ഓർഗനൈസേഷന് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ഇത് ഇൻവിഗറേറ്റ്സ് ദ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായ ഒരു ഇംപ്രൂവ്മെന്റിലോട്ട് പോകാനായിട്ട് അതിന് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ബെനിഫിറ്റ് ആണ് അക്രഡിറ്റേഷൻ കൊണ്ട്. പിന്നെ മാത്രമല്ല ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന് ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിയും കൊടുക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് വളർത്തുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ കുറെ കൂടെ നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അത് സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ കോൺഫിഡൻസും വർദ്ധിക്കും. കാര്യം അവിടെ സേവനങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഹെൽത്ത് കെയർ ടു ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. ഏറ്റവും ഹൈ പെർഫോമൻസ് ഉള്ള ഓർഗനൈസേഷനുമായിട്ട് അവരുടെ നേട്ടങ്ങളെ കമ്പയർ ചെയ്യാനും അതുവഴി കൂടുതൽ ഇംപ്രൂവ്മെന്റിലേക്ക് പോകാനുള്ള ഒരു അവസരം അത് ഒരുക്കുന്നുണ്ട്. പിന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ISQUA പോലെയുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുമ്പോൾ അത് ഒരു ഹോസ്പിറ്റലിന് കൂടുതൽ ഇന്റർനാഷണൽ റെക്കഗ്നീഷന് കൊടുക്കുന്നുണ്ട്. ലോകമെമ്പാടും അറിയപ്പെടാൻ അത് കാരണമാവുന്നു. അതുവഴി മെഡിക്കൽ ടൂറിസത്തിനെ നമുക്ക് എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികളും തേർഡ് പാർട്ടി ഏജൻസ്, അതായത് ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ അവരുടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന അവര് ലിസ്റ്റ് എന്ന് പറയാം, ആ ഒരു ലിസ്റ്റിലേക്ക് കയറി പറ്റാനും ആ ഒരു ലിസ്റ്റിലോട്ട് എന്താ പറയാ കയറാനുമായിട്ടും ഈ പറയുന്ന അക്രഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇതാണ് ഓർഗനൈസേഷന് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ നമ്മള് പേഷ്യൻസിന് കിട്ടുന്ന ബെനിഫിറ്റ് മനസ്സിലാക്കി, ഓർഗനൈസേഷനിൽ കിട്ടുന്ന ബെനിഫിറ്റ് മനസ്സിലാക്കി. അടുത്തതാണ് ബെനിഫിറ്റ്സ് ഫോർ ദ സ്റ്റാഫ്. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ മൂലം എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അവർക്ക് ലഭിക്കുന്നത് കേട്ടോ. എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്ക് നോക്കാം. ദ സ്റ്റാഫ് ഇൻ an accredited hospital is content a lot since it provides for the continuous learning, good working environment and leadership. എന്താണ് പറയുന്നത്? ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവർ എന്തായിരിക്കും? കണ്ടന്റ് ദാറ്റ് മീൻസ് കോൺഫിഡന്റ് അവരൊരുപാട് ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും അല്ലെ, കോൺഫിഡന്റ് കാര്യം എന്താന്ന് വെച്ചാല് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ കണ്ടിന്യൂസ് ലേണിംഗ്, ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ആൻഡ് ലീഡർഷിപ്പ്. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് അവരുടെ കണ്ടിന്യൂസ് ലേണിംഗിലും അല്ലെ അവർക്ക് കുറെ കൂടെ മെച്ചപ്പെടാനും നല്ലൊരു തൊഴിൽ സാഹചര്യങ്ങളും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് സ്വയം വളരാനും നമുക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് അല്ലെ. നമ്മളിങ്ങനെ ഒരു ജോലിയോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു കഴിവുകളെ, നമ്മുടെ കേപ്പബിലിറ്റീസിനെ, നമ്മുടെ സ്കില്ലുകളെ നമുക്ക് അവിടെ വെച്ച് കൂടുതൽ എന്താണ് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു നേട്ടമാണ് അല്ലെ. അതാണ് അവിടെ പറയുന്നത്.
അപ്പൊ ഈ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. കാര്യം അവർക്ക് സ്വയം പഠിക്കാനും സ്വയം മുന്നേറാനും നല്ലൊരു തൊഴിൽ സാഹചര്യത്തിൽ പ്രവർത്തിച്ച് നല്ലൊരു അവരുടെ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം കോൺഫിഡന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, കേപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് സ്റ്റാഫ് ആൾസോ ഗെറ്റ് എൻഹാൻസ്ഡ് ഇൻ ആൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. സെയിം പോയിന്റ് ഞാൻ പറഞ്ഞത്. അതായത് സ്റ്റാഫുകൾക്ക് അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ കഴിവുകൾ, അവരുടെ സ്കില്ലുകൾ അതൊക്കെ എന്താണ് വർദ്ധിപ്പിക്കാൻ, എൻഹാൻസ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോം അവിടെ അവർക്ക് ലഭിക്കും. അത് എല്ലാ ഹോസ്പിറ്റലിലും കിട്ടില്ല. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, ഇറ്റ് എൻഹാൻസസ് ദ കോംപ്രിഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. സെയിം പോയിന്റ് ആണ് കേട്ടോ. സെയിം പോയിന്റിന് തന്നെ പല രീതിയിൽ പറയുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. It enhances the comprehensive professional development, knowledge and skill in systematic ways with the defined ownership and accountability of all the staff that include the medical and paramedical staff. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ പാരാമെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ അവരുടെ റെസ്പോൺസിബിലിറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് അവരുടെ നോളജും സ്കില്ലും അതുപോലെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് അത് വഴിയൊരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾ എന്തായിരിക്കും, വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും എവിടെ, ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. മനസ്സിലായോ? ഇത്രയുമാണ് അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അക്രഡിറ്റേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അക്രഡിറ്റേഷൻ കൊണ്ട് ധാരാളം ബെനിഫിറ്റ് ഉണ്ട് അല്ലെ? ആർക്കൊക്കെ ഓരോരുത്തരുടെ ബെനിഫിറ്റ് മനസ്സിലാക്കി. പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, പിന്നെ ഒരു ഓർഗനൈസേഷൻ അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന് എന്തൊക്കെ ബെനിഫിറ്റ് അതുപോലെ ലഭിക്കുന്നുണ്ട്, അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇത് ലാസ്റ്റ് പോയിന്റ് സ്റ്റാഫിന്റെ ബെനിഫിറ്റ്സ് ആണോ? സ്റ്റാഫിൽ പറയുന്നത് ഒരേ പോയിന്റ് ആണ് അഫ്ന, സെയിം കാര്യം തന്നെയാണ്, പല രീതിയിൽ പറയുന്നു മാത്രം. അതായത് ഇറ്റ് എൻഹാൻസസ് ദ കോംപ്രിഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, നോളജ് ആൻഡ് സ്കിൽ ഇൻ സിസ്റ്റമാറ്റിക് വേസ് വിത്ത് ഡിഫൈൻഡ് ഓണർഷിപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ഓൾ ദി സ്റ്റാഫ് ദാറ്റ് ഇൻക്ലൂഡ് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകളെ മാത്രമല്ല, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്. ഈ മറ്റേ ഡയറ്റീഷ്യന്മാര്, ഫിസിയോതെറാപ്പിസ്റ്റുകള്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരില്ലേ, ഇതൊക്കെയാണ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ലാബ് ടെക്നീഷ്യന്മാര്. അപ്പൊ മെഡിക്കൽ സ്റ്റാഫുകൾക്കും പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്കും ഉൾപ്പെടെ എല്ലാ മേഖലയിലും പെടുന്ന സ്റ്റാഫുകൾക്കും അവർക്ക് അവരുടെ നോളജും സ്കില്ലും അവരുടെ കേപ്പബിലിറ്റിയും അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവർക്ക് തൊഴിൽപരമായിട്ട് സ്വയം വികസിക്കാനുള്ള ഒരു അവസരം അവർ കിട്ടുന്നത്. അതാണ് പറയുന്നത്. അത് തന്നെയാണ് ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റ് ഒക്കെ പറയുന്നത്. ഒരു തരത്തിൽ വേറെ രീതിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഒരേ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് കേട്ടോ. ഓർഗനൈസേഷന്റെ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അതായത് ഒരു അക്രഡിറ്റേഷൻ, അംഗീകാരം കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ, അംഗീകാരമുള്ള ഒരു ഹോസ്പിറ്റല് കൂടുതൽ എന്തായിരിക്കും, നല്ല നല്ല പരിചരണങ്ങൾ കൊടുക്കാനും പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കാനും അവർ കൂടുതൽ പ്രതിജ്ഞാബദ്ധരായിരിക്കും, കമ്മിറ്റഡ് ആയിരിക്കും, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ് അതിലൂടെ കിട്ടുന്നു. മനസ്സിലായോ? ഇത്രയേ ഉള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റെക്കോർഡ് ക്ലാസ് കേട്ടാൽ മതി കേട്ടോ. സുഖായി ഞാൻ പറഞ്ഞത് അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ക്വാളിറ്റി കെയർ കൊടുക്കാൻ നമ്മൾ കൂടുതൽ കമ്മിറ്റഡ് ആവും കേട്ടോ. എന്താ പറയാ, ഇപ്പൊ സുഹൈനെ ഈ ഗ്രൂപ്പിലെ ലീഡറായിട്ട് സെലക്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷ മിസ് പറഞ്ഞപ്പോ സുഹൈനെയാണ് തോന്നുന്നത് ഗ്രൂപ്പിൽ ലീഡറാക്കി വെച്ചിട്ടുണ്ട്. അല്ലെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഹൈനയോട് ചോദിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സുഹൈന ഓൾറെഡി കമ്മിറ്റഡ് ആണ് ആ കുട്ടികളോട്. അതായത് അവർക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ വന്നാൽ സുഹൈന അത് പറഞ്ഞു കൊടുക്കണം. സുഹൈനയുടെ കമ്മിറ്റ്മെന്റ് ആണ്. സുഹൈനയെ അങ്ങനെ ഒരു പൊസിഷനിലാണ് നിർത്തിയത്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, സുഹൈന ആ കമ്മിറ്റ്മെന്റ് എന്നും കാണിക്കും അല്ലെ. എന്നെയാണ് അത് ഏൽപ്പിച്ചേക്കുന്നത്, അപ്പൊ ഞാനൊരു കമ്മിറ്റ്മെന്റ് എന്റെ ഗ്രൂപ്പിൽ എല്ലാവരോടും കാണിക്കുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് വരില്ലേ, ആ കമ്മിറ്റ്മെന്റിനനുസരിച്ച് സുഹൈന പ്രവർത്തിക്കില്ലേ. അപ്പൊ നല്ലൊരു റിസൾട്ട് അതിലൂടെ ഉണ്ടാക്കാൻ പറ്റില്ലേ, അത്രയും കേട്ടോ. ഇനി അടുത്തതാണ് അക്രഡിറ്റേഷൻ ബോഡീസ് കേട്ടോ. അക്രഡിറ്റേഷൻ ബോഡീസ്. ഓക്കെ, അതിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, NABH പഠിക്കുന്നത് കേട്ടോ. NABHന്റെ ഞാനെന്ന് എനിക്ക് തോന്നുന്നു ഫുൾ ഫോം പറഞ്ഞിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളൂ, ഒന്ന് ശരിയാക്കണം കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോഡി ഫോർ
ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അന്ന് ശരിക്കും പഠിക്കണം കേട്ടോ. ഞാൻ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ, അങ്ങനെ കൂടെ ഉണ്ട് കേട്ടോ. NABHന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അക്രഡിറ്റേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷനിലൂടെയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലോ. ഈ എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടക്കുന്നത് ആരാണ്? അത് പുറത്ത് ഏതെങ്കിലും ഉള്ള അക്രഡിറ്റേഷൻ ബോഡീസ് ആണ്. ആ ഒരു അങ്ങനെയുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡികളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് പൊതുവെ എന്തായിരിക്കും? നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡികളായിരിക്കും. ഓക്കെ, അതിലൊന്നാമത്തെയാണ് NABH. നമുക്ക് പഠിക്കാനുള്ളത് അതാണ് കേട്ടോ. NABH ഫുൾ ഫോം പഠിച്ചു വെക്കണം, അത് ചോദിക്കൂ കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. രണ്ടാമത്തത് NABL. എന്താണ് NABL? NABL എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലേ? നമ്മള് എവിടെ പഠിച്ചേക്കണേ പറഞ്ഞേ? എവിടെയാ നമ്മൾ പഠിച്ച NABL? പറയേ. വെരി ഗുഡ്, ഫാത്തിമ കറക്റ്റ് ആണ് കേട്ടോ. രഞ്ജിത കറക്റ്റ്, ലാബിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അസ്ന ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ലാബിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? NABL ബേസ് ചെയ്തിട്ട് നമ്മളൊരു 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. NABL എന്ന് പറഞ്ഞാൽ ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡി. ഫുൾ ഫോം എന്താണ് നമ്മൾ പറഞ്ഞത്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ. ഇതാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓക്കെ, അതായത് ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് NABL എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കാം. അടുത്തതാണ് ACHSI. ACHSI എന്താണ് അതിന്റെ ഫുൾ ഫോം? ഫുൾ ഫോം നോക്കി വെക്കാം കേട്ടോ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. എന്താണ്? ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. അതാണ് ACHSI. പഠിച്ചു വെച്ചാൽ മതി. അതൊക്കെ ഓരോ അക്രഡിറ്റേഷൻ ബോഡീസ് ആണ്. NABH, NABL, ACHSI. പിന്നെ വരുന്നത് JCM. JCI എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. പഠിച്ചു വെക്കണം കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്, 4th കൂടിയുണ്ട്. അതിന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് JCI പറ്റി മാത്രം നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അന്നേരം പറയുമ്പോൾ ഇത് ഓർമ്മ കിട്ടണം കേട്ടോ. അന്നേരം ഞാൻ ചോദിക്കും, അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, അതിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാല് JCI വർക്ക്സ് ടു എൻഹാൻസ്. ഈ പറയുന്ന എല്ലാം തന്നെ അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് NABH, NABL, ACHSI, JCI എന്നൊക്കെ പറയുന്ന അക്രഡിറ്റേഷൻ ബോഡീസ് ആണ്. ഇനിയും ഉണ്ട് കേട്ടോ, വേറെ കുറെയൊക്കെ ഉണ്ട്. 4 നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. JCI works to enhance patient safety and quality of health care in the international community by promising education, publications, advisory services, and international accreditation and certification. അതായത് JCI എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമ്മുടെ വേൾഡിലെ തന്നെ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അക്രഡിറ്റേഷൻ ബോഡി ആയിട്ടാണ് JCI കണക്കാക്കുന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ഹെൽത്ത് കെയർ, ആ ഒരു ഹെൽത്ത് കെയറിന്റെ ആരോഗ്യ മേഖലയുടെ ആ ഒരു പേഷ്യന്റ് സേഫ്റ്റി ക്വാളിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞ ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ JCI എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈ പ്രോമിസിങ് എഡ്യൂക്കേഷനിലൂടെ, അതുപോലെ പല പല പബ്ലിക്കേഷൻസിലൂടെ, അഡ്വൈസറി സർവീസസ്, അതായത് ഈ പറയുന്ന അഡ്വൈസ് കൊടുക്കൂര്, നല്ല നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതിനെ പറ്റിയും നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയും പേഷ്യന്റിന്റെ സേഫ്റ്റിനെ പറ്റിയൊക്കെ നല്ല നല്ല അഡ്വൈസറി സർവീസുകൾ അവർ കൊടുക്കും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ക്വാളിറ്റീനെ എൻഹാൻസ് ചെയ്യാൻ, പേഷ്യന്റ് സേഫ്റ്റിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയൊരു എന്താ പറയാ അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കാം, JCI is the world's largest healthcare accreditor. വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡാഷ് is the world's largest healthcare accreditor. ഏതാണ്? JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഇനി നോക്കാം, സിൻസ് 1994 each hospital that has tried the JCI's gold seal of approval has done so as a part of a constant performance improvement journey. അത് വേറെ ഒന്നുമല്ല,
JCI അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ നമ്മള് സ്വർണത്തിന് 916ഉം BIS എന്നൊക്കെ നമ്മൾ പറയും, സ്വർണത്തിന് 916 ഒക്കെ നമ്മൾ പറയും. അതുപോലെ JCIയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കൊരു എന്താ പറയാ ഗോൾഡൻ ആണെന്നാ പറയുക. ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ക്വാളിറ്റിയുടെ ഏറ്റവും ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കുന്നത് JCIയുടെ അക്രഡിറ്റേഷൻ ആണ്. അപ്പൊ ഇവര് പറയുന്നത് ഈ ഒരു JCI ഗോൾഡ് അപ്രൂവലിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ഇപ്പോ ഇംപ്രൂവ്മെന്റിന്റെ പാതയിലാണ്. അത്രയേറെ ഇംപ്രൂവ്മെന്റ് അവർ നടത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ 1990കളുടെ അവസാനത്തിലാണ് ഈ ഒരു JCI എസ്റ്റാബ്ലിഷ് ആവുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ 1994 ആയിക്കഴിഞ്ഞു, ഒരു 4 വർഷങ്ങൾക്ക് ഇപ്പറ 94 തൊട്ട് പല ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആ JCIയുടെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അവര് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ച ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഇന്ന് ഇംപ്രൂവ്മെന്റിന്റെ ഒരു എന്താ പറയാ ജേണിയിലാണെന്നാണ് അവര് പറയുന്നത്. അത്രയും ഒരു വിലപ്പെട്ട ഒരു അക്രഡിറ്റേഷൻ ആയിട്ടാണ് JCIനെ കണക്കാക്കുന്നത് കേട്ടോ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആണെന്നുള്ളതും മനസ്സിലാക്കിയത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ ചോദ്യം വരിക നിങ്ങളോട്, നിങ്ങൾ അറിയണം അക്രഡിറ്റേഷൻ ബോഡീസ് ഏതൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരണം. എന്തൊക്കെയാ? NABH ഉണ്ട്, NABL ഉണ്ട്, JCI ഉണ്ട്, ASHSI ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പഠിക്കേണ്ടത് NABH ആണ് കേട്ടോ. കാര്യം എന്താ? നാഷണൽ ആണ്. നാഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ പറ്റി അറിയണ്ടേ? സോ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. NABH കേട്ടോ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ. അപ്പൊ അതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരണം, പഠിക്കണം കേട്ടോ. നോക്കാം, ഇവിടെയൊക്കെ പോയിന്റുകൾ ഉണ്ട് കേട്ടോ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. The NABH standards are modernized every 4 years and now the hospital puts into effect 5th edition standards. എപ്പോ തൊട്ടാണെന്നറിയോ? April 2020. അതായത് നമ്മുടെ NABH നാഷണൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ അത് NABH ആണ്. ലാബുകൾക്ക് അക്രഡിറ്റേഷൻ, നമ്മുടെ ഇന്ത്യക്കകത്ത് ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരാ? അത് NABL. അറിവുപോയത് കേട്ടോ. ലാബ് എന്ന് പറയുമ്പോൾ NABL എന്ന് ചേർക്കണം കേട്ടോ. അപ്പൊ നോക്കുക, നമ്മുടെ NABH സ്റ്റാൻഡേർഡുകള് ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? റിവൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. അതായത് സ്റ്റാൻഡേർഡ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കില്ല. അത് ഈ പറയുന്ന പോലെ 3-4 വർഷങ്ങൾ കൂടുമ്പോൾ അതിങ്ങനെ റിവൈസ് ചെയ്യും. എന്നതുപോലെ NABHന്റെ സ്റ്റാൻഡേർഡുകൾ എത്ര വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്? 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്. അറിഞ്ഞു വെക്കണോട്ടോ, 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ്. അത് ഒരു 4 വർഷത്തേക്ക് അതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നത്തെ 4 വർഷത്തേക്ക് വീണ്ടും റിവൈസ് ചെയ്യും. ചിലപ്പോൾ പഴയ ചില സ്റ്റാൻഡേർഡുകൾ എടുത്ത് മാറ്റും, പുതിയത് ചിലപ്പോൾ ആഡ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ 4 വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നിലവില് നമ്മുടെ ഹോസ്പിറ്റൽ, നിലവിൽ നമ്മുടെ NABH സ്റ്റാൻഡേർഡ് ഇപ്പൊ നിലവിലുള്ളത് 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ്. അതും പഠിച്ചു വെക്കണം. 5ാമത്തെ എഡിഷൻ ആണ്. എന്താണത് പ്രാബല്യത്തിൽ വന്നത്? ഏപ്രിൽ 2020 കേട്ടോ. ഏപ്രിൽ 2025 ആണ്. 5 വർഷം. ഓക്കെ, അത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് കേട്ടോ ഏപ്രിൽ 2020 നിലവിൽ എഫക്റ്റിൽ ഇരിക്കുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, 4 വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്യും. അടുത്തത് കേട്ടോ, NABH സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ പേഷ്യന്റ് സേഫ്റ്റി. അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. NABH സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ patient safety and the quality of the delivery of services by the hospital in a changing healthcare environment. അപ്പൊ നമ്മുടെ NABH സ്റ്റാൻഡേർഡുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ് അല്ലെ. ഈ പറയുന്ന അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ രോഗികളുടെ സുരക്ഷിതത്വം, ഈ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് NABH പ്രവർത്തിക്കുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയുന്നത് NABH is given by an autonomous body established by the Government of India known as QCI, Quality Council of India. Quality Council of India, which is the standard making body in India. അതായത് NABH എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ QCI എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഇതാണ്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ കേട്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴില് സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. ഓട്ടോണോമസ് എന്ന് വെച്ചാൽ സ്വയം ഭരണാധികാരമുള്ള
ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് NABH കേട്ടോ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ QCAയുടെ കീഴിലുള്ളതാണ് കേട്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. അപ്പൊ അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡി, ഓട്ടോണോമസ് എന്ന് വെച്ചാൽ സ്വയംഭരണ അധികാരമുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് NABH എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യ. ചോദിക്കാം, വിച്ച് ഇസ് നോൺ ആസ് ദ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യ. ഏതാണ്? NABH ആണ് കേട്ടോ. NABH ആണ്. അതിന്റെ പേരിൽ തന്നെ ഇന്റർനാഷണൽ എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. അത് ഒന്ന് ഓർത്ത് വെക്കുക. 4 വർഷം കൂടുമ്പോൾ റിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിലവിൽ എഫക്റ്റിലുള്ളത് 5th എഡിഷൻ ആണ്. അത് പറഞ്ഞു വെക്കാം. പിന്നെ NABH എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഓഫ് സർവീസസിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യന്റെ കീഴിൽ സ്ഥാപിതമായതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് NABH മെയിൻലി ഡിവൈഡ്സ് ദ ഹോസ്പിറ്റൽസ് ഇൻടു 2 മെയിൻ ഡിവിഷൻസ് കേട്ടോ. ഇനി ഈ NABH എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകളെ മെയിൻ ആയിട്ട് 2 ഡിവിഷൻസ് ആയിട്ടാണ് അവര് 2 ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഹോസ്പിറ്റലുകളെ 2 ഡിവിഷൻ ആയിട്ടാണ് അവര് വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 2 ഡിവിഷൻ? ഒന്നാമത്തത് SHCO ട്ടോ. SHCO എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ HCO പഠിച്ചത് ഓർമ്മയില്ലല്ലോ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. SHCO എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ട്ടോ. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് കേട്ടോ. അതായത് 50 ബെഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകൾ ഒരു ഗണത്തിൽപ്പെടുത്തിയാണ്. അത് SHCO എന്നാണ് പറയുക, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്. പിന്നെ HCO എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ് കേട്ടോ. 50 ബെഡുകളിൽ കൂടുതലുള്ളത്. കൂടുതൽ വെച്ചാൽ അത്യാവശ്യം വലുതായിരിക്കും. അപ്പൊ 50 കുറവാണെങ്കിൽ അതിന് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നൊരു ഡിവിഷനും, അതിൽ കൂടുതൽ വരുന്നതിന് HCO എന്ന് നോർമൽ പറയുന്നുള്ളൂ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് അവർ അക്രഡിറ്റേഷൻ ഒക്കെ കൊടുക്കുന്നത്. ഇനി നോക്കുക കേട്ടോ. NABH standards for the hospitals is arranged by the technical committee that constituted by NABH that has esteemed persons from clinical, nursing and medical administration area. ഇനി ഈ പറയുന്ന NABH സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ സ്റ്റാൻഡേർഡുകൾ നിർമ്മിക്കാനായിട്ട് NABH ഒരു കമ്മിറ്റീനെ രൂപീകരിച്ചിട്ടുണ്ട്, ഒരു ടെക്നിക്കൽ കമ്മിറ്റി കേട്ടോ. ആ ഒരു കമ്മിറ്റിയാണ് NABH തന്നെ എന്താണ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ ഒരു കമ്മിറ്റിയാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകളെല്ലാം അവരാണ് സെറ്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് വരുന്നത്? നോക്കിയേ, എസ്റ്റീംഡ് പേഴ്സൺസ് ഫ്രം ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ഈ 3 വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ അതിലെ അംഗങ്ങളായിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ്? ക്ലിനിക്കൽ എന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ്, അങ്ങനെയുള്ളവര്. പിന്നെ നഴ്സിംഗ് ഫീൽഡിലുള്ളവര്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരെക്കുള്ള അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലുള്ള ആളുകളൊക്കെ ഈ പറയുന്ന ടെക്നിക്കൽ കമ്മിറ്റിയുടെ അംഗങ്ങളാവും. ഈ ഒരു ആളുകൾ അടങ്ങുന്ന ടെക്നിക്കൽ കമ്മിറ്റിയാണ്, അത് NABH തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഇവരാണ് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ എന്താ പറയുന്നത്? The accreditation standards consider the needs of various laws and regulations and the guidelines laid down by the government from the time to time. അതായത് നമ്മുടെ കാലാകാലങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങള്, ചട്ടങ്ങള്, അതുപോലെ മറ്റു പല നിയന്ത്രണങ്ങള്, അതിനനുസരിച്ച് കൊണ്ടാണ് ഈ പറയുന്ന കമ്മിറ്റി അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുകളെ നിർമ്മിക്കുന്നത്. അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുകൾ അവർ ആ രീതിയിലാണ് അവർ പുറപ്പെടുവിക്കുന്നത്. അത്രേ ഉള്ളൂ. അതായത് NABH എന്താണ് ഈ സ്റ്റാൻഡേർഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റിനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും? ക്ലിനിക്കൽ, മെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയകളിലെ ആളുകളായിരിക്കും ഇതിലെ അംഗങ്ങൾ. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന റെഗുലേഷൻസ്, നിയമങ്ങള്, ചട്ടങ്ങള്, മറ്റു പല നിയന്ത്രണങ്ങള്, അതിനനുസരിച്ച് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ അവര് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡുകൾ അവര് ആ രീതിയിലാണ് ആ സ്റ്റാൻഡേർഡുകൾ അവര് പുറപ്പെടുവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയും. ഇനി പഠിക്കേണ്ട കാര്യം, ഇത് വേറെ ഒന്നും പറയാനില്ല, ഇത് കാണാതെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. മെയിൻ NABH ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 ചാപ്റ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതിന് ക്വസ്റ്റ്യൻ വരാതെ എത്ര ചാപ്റ്ററുകളാണ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പൊ NABHന്റെ ഗൈഡ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 10 ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. 10 ചാപ്റ്ററുകളും വിത്ത് 100 സ്റ്റാൻഡേർഡ്സ്, 100 സ്റ്റാൻഡേർഡുകളും, അതുപോലെ തന്നെ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. എത്രയൊക്കെയാണ് പറഞ്ഞത്? 10 ചാപ്റ്ററുകളും അതിനകത്തായിട്ട് 100 സ്റ്റാൻഡേർഡ്സും
പിന്നെന്താണ് 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും ഉണ്ട്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ NABH ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞാല് അതിനകത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്. ഇനി ഇതിൽ എന്താണ് സ്റ്റാൻഡേർഡ്? നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് എന്താണ്? സ്റ്റാൻഡേർഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇറ്റ് ഇസ് ദ പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ അറിയാത്തത് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ആയിരിക്കും. അപ്പൊ അതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. സ്റ്റാൻഡേർഡ് റിഫേഴ്സ് ടു എ സെറ്റ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെയാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വേണം ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സെറ്റ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ ഒരു ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ചില ലക്ഷ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിനനുസരിച്ചുകൊണ്ട് വേണം ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കേട്ടോ. പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയാസ് നോക്കാൻ മതി. പിന്നെ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Elements come under each standard are used to observe the performance. അതായത് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റാൻഡേർഡും മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കമ്പോണന്റുകൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവുന്നത്, പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു ദ ഹോസ്പിറ്റൽ മസ്റ്റ് എൻഷുർ ദ പേഷ്യന്റ് സേഫ്റ്റി. ഹോസ്പിറ്റൽ മസ്റ്റ് എൻഷുർ ദ പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ട് രോഗികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത് പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് വിചാരിക്കാം. ആ ഒരു സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കമ്പോണന്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ നമുക്ക് പേഷ്യന്റ് സേഫ്റ്റിനെ ആ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റ് സേഫ്റ്റി എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയൊക്കെ അളക്കാൻ പറ്റും? ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് സേഫ്റ്റിക്ക് ആയിട്ടുള്ളൊരു റിട്ടേൺ പോളിസി ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കായിട്ട് ഈ പറയുന്ന അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടത്ര പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ആ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ഈ പറയുന്ന സേഫ്റ്റി ഡ്രില്ലുകളും എക്സർസൈസുകളൊക്കെ നടത്തുന്നുണ്ടോ, അങ്ങനെ നമുക്ക് നോക്കാം. ഈ 3 എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം പേഷ്യന്റ് സേഫ്റ്റി ആ ഒരു സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ അത്രയേ ഉള്ളൂ. ഓരോ സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കമ്പോണന്റുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ NABHനകത്ത് 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും മതി കേട്ടോ. കുറച്ചെടുത്തു ഇവിടെ തന്നെ തീർക്കണം എന്ന് വിചാരിച്ചതാണ്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതുവരെ നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കണേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. patient benefit second point ഒന്ന് പറഞ്ഞു. പേഷ്യന്റ് ബെനിഫിറ്റിലെ അതിൽ തേർഡ് പോയിന്റ് ഒന്ന് പറഞ്ഞുതരോ? തേർഡ് പോയിന്റ്, ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ദ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. അതായത് ഒരു അംഗീകാരമുള്ള ഹോസ്പിറ്റലുകളില് പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്നത് ആരായിരിക്കും? യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും കേട്ടോ. അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള, അത്രയും പ്രൊഫഷണലി ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നുണ്ടാകാം? സേവനങ്ങൾ കൊടുക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എന്താ പറയാ, വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ.
ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു.